യാതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും വയറിന് സഹായമില്ലാതെ ഏതൊരു ഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നമ്മൾക്ക് നമ്മളുടെ ഫയലുകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഈസി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഗൂഗിളിൽ കയറിയിട്ട് ShareDrop.io എന്ന് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഷെയർ ഡ്രോപ്പ് ഇതിൻ്റെ ഒരു കാര്യം ചെയ്യേണ്ടത്, രണ്ടും സെയിം നെറ്റ്വർക്ക് ആയിരിക്കണം. നമ്മളുടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുള്ളത് ലാപ്ടോപ്പിലും മൊബൈലിലും സെയിം വൈഫൈ ആയിരിക്കണം എന്നുള്ള ഒറ്റ നിർബന്ധമുള്ളൂ. ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാൻ പറ്റും. ആ പ്ലസ് ചിഹ്നത്തിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു QR കോഡ് കാണിക്കും. നമ്മളുടെ ഫോണ് എടുത്തിട്ട് നമ്മളുടെ സ്കാനർ ഓപ്പൺ ആക്കാം. ഫോണിൽ സ്കാൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ ആക്സസ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് ഏത് ഫോട്ടോ ആണ് അയക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കാം. എന്നിട്ട് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫോട്ടോ സെൻഡ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ ലാപ്ടോപ്പിൽ പോയിട്ട് ഈ ഗോയിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മൾ അയച്ച ഫോട്ടോ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ ജസ്റ്റ് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ഫയൽ നെയിം വേണമെങ്കിൽ മാറ്റിയിട്ട് ഫയൽ നെയിം മാറ്റാം. അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫോട്ടോ നമുക്കിവിടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അയച്ച ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോ നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ലാപ്ടോപ്പിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾക്ക് ഒരു വയറിൻ്റെയും ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്